ശരിയാ, പക്ഷെ നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കൂ, നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ എവിടെ പോയി ഛത്തീസ്ഗഡിൽ? എന്തുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി സംസാരിക്കാതിരുന്നത്? അതിന് ഉത്തരവില്ലേ? അല്ല, അതൊരു ചോദ്യം തന്നെയാണ്. ചോദ്യമാണോ ഇന്ന് ഊന്നേണ്ടത് എന്ന വിഷയത്തിൽ? അതാണ് ചോദ്യം. കാരണം ആ ചോദ്യത്തിലാണ് ബജ്റംഗ് ദളിനെ പോലെ ഒരു സംഘടന അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങൾ കോൺഗ്രസിന്റെ മൗനം കാണുന്നില്ല. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ഒരു വാക്ക് പറയുന്നത് കാണുന്നില്ല. അവിടെ ഒരു പ്രാദേശികമായ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആദിവാസി ജയിലിലായിട്ടും ക്രിസ്ത്യാനികളെ വിടൂ, കന്യാസ്ത്രീകളെ വിടൂ, അവരനങ്ങുന്നില്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ലേ? ഇത് രണ്ടും ഒരു രാഷ്ട്രീയത്തിന്റെ, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ശരി, പ്രാദേശികമായി സമ്മതിക്കാം. പക്ഷേ ദേശീയ തലത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ഇന്ന് ഏറ്റവും കൃത്യമായി ഇതിന്റെ രാഷ്ട്രീയം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയാണ്. അക്കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമുണ്ട്. നമുക്ക് അല്ല, ശരിയാ, പക്ഷെ നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കൂ, നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ എവിടെ പോയി ഛത്തീസ്ഗഡിൽ? എന്തുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി സംസാരിക്കാതിരുന്നത്? അതിന് ഉത്തരവില്ലേ? അല്ല, അതൊരു ചോദ്യം തന്നെയാണ്. ചോദ്യമാണോ ഇന്ന് ഊന്നേണ്ടത് എന്ന വിഷയത്തിൽ?